നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയാക്രമണം. ആടിനെ കൊന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ തുടരുന്നു. കാറിന് മുകളിൽ കുട്ടികളെ ഇരുത്തിയ അപകടയാത്ര. അമിത വേഗതയിൽ പാഞ്ഞത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയുടെ കാർ. മൂന്നാർ പെരിയവര റോഡിൽ അപകടം. മലമുകളിൽ നിന്ന് പാറ അടർന്ന് വാഹനത്തിലേക്ക് വീണു. യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തിരുവനന്തപുരം മങ്കാട്ടുകടവിൽ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ആക്രമണം. വീട്ടിൽ കയറി വെട്ടി. 4 അംഗ സംഘത്തിനായി തെരച്ചിൽ. ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്താൻ ദുർഘടപാത. റോഡ് 1.5 കിലോമീറ്റർ ദൂരം തകർന്നു തരിപ്പണമായി. ടൂറിസ്റ്റുകൾക്ക് ദുരിതയാത്ര മിച്ചം. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയാക്രമണം. പുൽപ്പള്ളി അടിക്കൊല്ലിയിൽ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ കൊന്നു. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പുൽപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളായ ചേപ്പിലയിലും എരിയപ്പള്ളിയിലും കഴിഞ്ഞ ദിവസം 6 മാസം പ്രായമായ പശുക്കിടാങ്ങളെ കടുവ കൊന്നിരുന്നു. ഇതിനെ തുടർന്ന് ചേപ്പിലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. ഇതിന് 1 കിലോമീറ്റർ മാറിയാണ് വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായത്. പുലർച്ചെ ആടിക്കൊല്ലി പന്നപ്പുറത്ത് സുരേന്ദ്രന്റെ ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കടുവ ആടിനെ ഉപേക്ഷിച്ച് ഓടിമറഞ്ഞു. ഇനി ജനങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് വരെ കാത്തുനിന്നാൽ വളരെ ഗൗരവമായ രീതിയിലേക്ക് ഇത് മാറും. ജനങ്ങളുടെ കൂട്ടിക്കൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തേണ്ടി വരും. നമ്മുടെ വനംവകുപ്പ് ഓഫീസുകൾ വളഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് നിർബന്ധമായും ഇനി കൂടുവെച്ച് ഇനി ഒരു പരീക്ഷണം നടത്തുന്നതിൽ അർത്ഥമില്ല. മയക്കുവെടി വെച്ച് ഇവിടുന്ന് ഇതിനെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ആടിക്കൊല്ലിയിൽ വഴിയാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുന്ന കടുവയെ കണ്ടിരുന്നു. കടുവശലം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചോ മയക്കുവെടി വെച്ചോ കടുവയെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. കാറിന് മുകളിൽ കുട്ടികളെ കയറ്റിയിരുത്തി അപകടകരമായ ഡ്രൈവിംഗ്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയുടെ കാറിന് മുകളിലാണ് 3 കുട്ടികളെ ഇരുത്തി അമിത വേഗതയിൽ ഓടിച്ചത്. ചവിട്ടിയാ തിരിച്ചുവിടും. ഓനാണ് ഒരുമാതിരി ഒലക്കവനെ പോകുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ടതാ. ദേശീയപാതയിൽ കുന്നമംഗലം ഭാഗത്തുനിന്ന് പിന്നിലുണ്ടായിരുന്ന കാർ യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത്. കാറിനെ മറികടന്ന് അപായ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും അമിത വേഗത കാരണം ഈ കാറിനെ മറികടക്കാനായില്ലെന്നും ഇവർ പറയുന്നു. മൂന്നാർ അന്തർ സംസ്ഥാന പാതയിൽ പെരിയവാര റോഡിൽ അപകടം. മലമുകളിൽ നിന്ന് അടർന്നു വീണ കൂറ്റൻ പാറ വാഹനത്തിന്റെ ഒരു വശത്ത് ഇടിച്ച് ഡ്രൈവറിന്റെ കാലിന് ഗുരുതര പരിക്കേറ്റു. സൂര്യനെല്ലി സ്വദേശി അന്തോണി രാജനാണ് പരിക്കേറ്റത്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. സഞ്ചാരികളെ രാജമലയിൽ ഇറക്കിവിട്ട ശേഷം മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന വഴിക്കാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് അഗ്നിശമന സേനയും ആംബുലൻസും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ പരിക്കേറ്റ ഡ്രൈവറെ മൂന്നാർ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം മങ്കാട്ടുകടവിൽ ഓട്ടോ ഡ്രൈവറെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. പെരുകാവ് സ്വദേശി അരുണിനാണ് വെട്ടേറ്റത്. ഗുരുതര പരിക്കേറ്റ യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയായിരുന്നു വീട് കയറിയ ആക്രമണം. പെരുകാവ് സ്വദേശി അരുണിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 2 കൈകളിലും മുതുകിലും തുടയിലും ഗുരുതര പരിക്കേറ്റു. തിരുമല സ്വദേശികളായ സമീർ, ബാസു എന്നിവരുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. നേരത്തെ ഉണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കഥവ് ചവിട്ടിപ്പൊളന്ന് അകത്ത് കയറി 4 പേരും അങ്ങ് വളഞ്ഞ് ഞാൻ അങ്ങ് പുറത്തേക്ക് കൊച്ചിനെ കൊണ്ട് ഓടി. കാരണം നല്ല രീതിയിൽ ഇതായതുകൊണ്ട് പുറത്തോട്ട് വീട്ടിൽ ചെന്ന് വിളിക്കാൻ വേണ്ടി പോയി. വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഇവിടെ വെട്ട് കിടന്ന് കഴുത്തിൽ വെട്ടാൻ വന്നതാണ്. കൈ ചേർത്തെടുത്ത് ഇവിടെ നിന്ന് നേരെ ഓടി കഥവ് അടച്ച മുറിയിൽ അവിടെ ചവിട്ടിപ്പൊളന്ന് അവിടെ ഇട്ട് വെട്ടി, തുടയിലൊക്കെ ഇട്ട് വെട്ടി.
ഭാര്യയും കൈക്കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. TV ഉൾപ്പെടെ വീട്ടുപകരണങ്ങൾ അക്രമി സംഘം തകർത്തു. 20ഉം 21ഉം വയസ്സുള്ളവരാണ് അക്രമികൾ. ബഹളം കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മലയൻകീഴ് പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ശാസ്താംകോട്ട തടാക തീരം കയ്യേറ്റക്കാരുടെ പിടിയിൽ. രേഖകളിൽ പുറമ്പോക്കായി പറയുന്ന ഭൂമി കൈവശപ്പെടുത്താനാണ് നീക്കം. ദേവസ്വം ബോർഡിന്റെ കുത്തക പാട്ടത്തിലുള്ള ഈ ഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾ വേലിക്കല്ലുകൾ സ്ഥാപിച്ചു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ് ശാസ്താംകോട്ട തടാക തീരം. ഇവിടെ കൈവശപ്പെടുത്തുന്ന ഭൂമിക്ക് പട്ടയം കിട്ടാൻ അർഹതയില്ലെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇത്തരത്തിൽ കയ്യേറ്റമാണെന്ന് കണ്ടെത്തിയ കൈവശാവകാശങ്ങൾ റദ്ദു ചെയ്ത ചരിത്രവുമുണ്ട്. എന്നിട്ടും ഭൂമി കൈവശപ്പെടുത്താനാണ് സ്വകാര്യ വ്യക്തികൾ ശ്രമിക്കുന്നത്. കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് പട്ടയം നേടാനുള്ള ശ്രമമാണ് കയ്യേറ്റക്കാരുടേതെന്നാണ് സൂചന. ഇനി കയ്യേറ്റക്കാർ ഇനി എത്ര സ്വാധീനം ചെലുത്തി ഈ തടാക തീരത്ത് അവരുടെ വസ്തു അളന്നു തിരിക്കുവാനോ അല്ലെങ്കിൽ ഇത് അവരുടേതാണെന്ന് സ്ഥാപിക്കുവാനോ ശ്രമിച്ചാലും ഇത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും കായൽ കൂട്ടായ്മയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ തടാകത്തെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്നവർ ഇത് എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. തടാകത്തിൽ നിന്ന് 10 മീറ്റർ മുകളിലായി അളന്നു തിരിച്ച് അനധികൃതമായി കല്ലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത്തരം കയ്യേറ്റങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ശാസ്താംകോട്ട തടാകത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്നതാണ്. അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോഴത്തെ കയ്യേറ്റക്കാർ പട്ടയം സ്വന്തമാക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. തടാകത്തിൽ നിന്ന് നിശ്ചിത ദൂരം പാലിക്കുന്ന സാധാരണക്കാർക്ക് ലൈഫ് മിഷന്റെയും പഞ്ചായത്ത് പദ്ധതികളിലെയും വീടുകളുടെ നിർമ്മാണത്തിന് പോലും അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കയ്യേറ്റക്കാർ ഭൂമി കയ്യിലാക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് 18 ശാസ്താംകോട്ട. 2.25 കോടി മുടക്കി നവീകരിച്ച റോഡ് അപകടക്കെണിയായി. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡാണ് കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും ഭീഷണിയാകുന്നത്. ടാറിംഗ് നടത്തിയ ശേഷം റോഡിന്റെ സൈഡിൽ മണ്ണിട്ടുയർത്തിയതാണ് അപകടത്തിന് വഴിയൊരുക്കുന്നത്. 2.88 കോടി രൂപ മുടക്കിയാണ് കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡ് നവീകരിച്ചത്. ഉദ്ഘാടനം നടത്തിയത് മന്ത്രിയും. പക്ഷേ റോഡിൽ ഇപ്പോഴും അപകട ഭീഷണി അതേപടി തുടരുന്നു. നവീകരിച്ചപ്പോൾ പലയിടത്തും റോഡ് മണ്ണിട്ടുയർത്തി, ടാർ ചെയ്തു. എന്നാൽ റോഡിന് ഇരുവശത്തും മണ്ണിട്ടുയർത്തിയിട്ടില്ല. ഇതുമൂലം കാൽനടയാത്രക്കാർ കുഴിയിൽ വീഴുന്നതും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. കുറ്റിപ്പാല അങ്ങാടി മുതൽ ചേന്നമംഗലൂർ വരെ വഴിയോരത്ത് നിരവധി കുഴികളാണ് ഉള്ളത്. ജീവന് തന്നെ ഭീഷണിയാകുന്ന രൂപത്തിലാണ് ഈ ഗർത്തങ്ങളൊക്കെ. സൈഡിൽ വലിയ താഴ്ചയാണ് കാണുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതും സംരക്ഷണ ഭിത്തി കെട്ടാതെയും ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമല്ല. വയലിലൂടെ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുമില്ല. ഇതോടെ വാഹനങ്ങൾ വയലിലേക്ക് മറിയാനുള്ള സാധ്യതയും ഏറി. കോടികൾ മുടക്കി ഇപ്പോൾ വീതി കൂട്ടി ചെയ്താണ്, നല്ല ടാറൊക്കെ ചെയ്താണ്. പക്ഷേ റോഡിന് ആൾക്കാർക്ക് നടന്നു പോകാൻ സൈഡ് പിന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡിൽ മണ്ണിടാത്തതിനോട് റോഡിൻ്റെ സൈഡൊക്കെ പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചില വളവിലൊക്കെ ഭയങ്കര വീതി കുറവായതുകൊണ്ട് ഭയങ്കര അപകട സാധ്യതകളുണ്ട്. എസ്റ്റിമേറ്റ് ഇട്ട ശേഷം നാട്ടുകാരുടെ ആവശ്യപ്രകാരം കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതിനാലാണ് റോഡിന്റെ വശങ്ങൾ മണ്ണിട്ടുയർത്താൻ കഴിയാതിരുന്നതിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇത് അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറല്ല. അപാകതകൾ പരിഹരിച്ച് അപകട ഭീഷണി ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 മുക്കം. തൃശൂരിലെ മലയോര പഞ്ചായത്തുകളായ മറ്റത്തൂരിനെയും വരന്തപ്പിള്ളിയെയും ബന്ധിപ്പിക്കുന്ന കലുങ്കുപാലം തകർച്ചാ ഭീഷണിയിൽ. ദിനംപ്രതി നിരവധി പേർ കടന്നുപോകുന്ന റോഡാണിത്. അടിയന്തരമായ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പുച്ചിറ റോഡിനെയും വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നന്ദിപുലം മുപ്ലിയം റോഡിനെയും ബന്ധിപ്പിക്കുന്ന വാസുപുരം മുപ്ലിയം റോഡിലാണ് അപകട ഭീഷണിയിലായ കലുങ്ക് പാലമുള്ളത്. ഏറെ നാളായി ഇതിന്റെ സുരക്ഷാ ഭിത്തി തകർന്നിട്ട് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നു പോകുന്നത്. അപകട ഭീഷണി നാട്ടുകാർ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല. ഈ റോഡിന്റെ ഈ തൊട്ടന്നെ ഒരു കലുങ്കുണ്ട്. ഈ കലുങ്കിന് സംരക്ഷണ ഭിത്തി നാശായി പോയിട്ട് വർഷങ്ങൾ പഴക്കമുണ്ട്. പരാതികൾ കൊടുത്തെങ്കിലും ഇതുവരെയും നടപടിയായില്ല. മുപ്ലിയത്തുള്ള ഒരു പൂത്തെറ്റി രാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി വലിയ വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഈ കലുങ്കുമെന്ന് വീണ് തോട്ടിലേക്ക് വീണിട്ട് ആള് 6 മാസത്തോളം ആശുപത്രിയിൽ കിടന്നിട്ടുള്ളതാണ്. സുരക്ഷാ ഭിത്തി തകർന്നു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രികർ ഭയത്തോടെയാണ് പാലത്തിലൂടെ കടന്നുപോകുന്നത്. കുറച്ചുനാൾ മുമ്പ് പരിസരവാസിയായ ഒരു ബൈക്ക് യാത്രികൻ പാലത്തിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്ന സംഭവമുണ്ടായിരുന്നു.
അപകടാവസ്ഥയിൽ തുടരുന്ന പാലത്തിൽ എത്രയും വേഗം സുരക്ഷാ ഭിത്തികൾ പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മറ്റത്തൂർ. ഇലവീഴ പൂഞ്ചിറയിൽ നിറയെ സന്തോഷം പകരുന്ന കാഴ്ചകളാണെങ്കിലും അങ്ങോട്ടുള്ള യാത്ര ദുരിതമയമാണ്. വെറും 1.5 കിലോമീറ്റർ മാത്രം നന്നാക്കിയാൽ സുഗമമായി എത്താമെങ്കിലും അതിന് അധികാരികൾ തയ്യാറാകാത്തതാണ് കാരണം. കാഞ്ഞാർ ചക്കിക്കാവ് വഴി പൂഞ്ചിറയിലേക്കുള്ള റോഡിനാണ് ഈ ദുർഗതി. കോട്ടയം ജില്ലയിലെ മേലുകാവിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള റോഡ് നല്ല നിലവാരത്തിലുള്ളതാണ്. BM&BC നിലവാരത്തിൽ നിർമ്മിച്ച ഈ റോഡിലൂടെ മാത്രമേ ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്താനാകൂ. ഇടുക്കി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് സഞ്ചരിക്കേണ്ട കാഞ്ഞാർ ചക്കിക്കാവ് വഴിയുള്ള റോഡാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ദുരിതയാത്ര സമ്മാനിക്കുന്നത്. 20 വർഷം മുൻപാണ് ഈ റോഡ് നിർമ്മാണം തുടങ്ങിയത്. ഇതുവരെ പൂർത്തിയാക്കാനായില്ല. ഈ റോഡിലെ 1.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ടാറിങ്ങിനായി പാകിയ മെറ്റൽ ഇളകിത്തെറിച്ച് കിടക്കുന്നു. 11 കിലോമീറ്റർ ദൂരമുള്ള കാഞ്ഞാർ കൂവപ്പള്ളി ചക്കിക്കാവ് ഇലവീഴ പൂഞ്ചിറ മേലുകാവ് റോഡിന്റെ 5.5 കിലോമീറ്റർ റോഡ് ഏറെക്കാലമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. ഇതിൽ കോട്ടയം ജില്ലയുടെ ഭാഗമായ പ്രദേശം മാണി സി കാപ്പൻ MLA ഇടപെട്ട് നവീകരിച്ചു. കോട്ടയം ജില്ലയുടെ വർക്കാണ്ട് പൂർണ്ണമായി BMC ടാർ നല്ല ഫുള്ള് അടുത്തൊരു ലെയർ ടാറിങ് കൂടെ വരുമ്പോൾ ഫുള്ള് തീരും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ. അതുകൂടി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ലേ നടന്നു പോകാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോഷി അച്ഛൻ സാർ എന്ന് പറയുന്ന അദ്ദേഹം ശരിക്കും ഇപ്പോൾ 25ാമത്തെ തവണ 25 കൊല്ലമാവും ഈ പ്രാവശ്യം ജയിച്ച് കയറിയേക്കുന്നത്. പുള്ളിയൊക്കെ ഒന്ന് കണ്ണു തുറന്നാൽ നിഷ്പ്രയാസം ഇതൊക്കെ ചെയ്യാവുന്ന കേസൊക്കെ ഉള്ളൂ. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഇതുവഴി ഗതാഗതം ദുഷ്കരമാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെത്തുന്നവരും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരംകവല വഴി ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. വാഗമൺ യാത്രക്കാർക്ക് എളുപ്പമെത്താൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. വാഗമൺ റൂട്ടിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പൂഞ്ചിറയിലെത്താം. ടൂറിസം കേന്ദ്രമായ ഇവിടേക്കുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ തളാപ്പ് പ്രദേശത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയവും ആരാധനാലയങ്ങൾ തകർക്കുന്നതാണെന്നും ആരോപിച്ച് കോർപ്പറേഷനെതിരെ പ്രതിഷേധം. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സമാപന യോഗത്തിൽ ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം സെക്രട്ടറി KP പവിത്രൻ, വൈസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, സെയ് തളാപ്പ് ഫോറം പ്രസിഡന്റ് CC ദിനേശ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ധനലക്ഷ്മി ബാങ്കിന്റെ CSR സംരംഭത്തിന്റെ ഭാഗമായി ഹിയറിംഗ് എയ്ഡ് വിതരണം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഹിയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്തത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന അധ്യക്ഷയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ, NPPCDയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ മനോജ് G. കുമാർ, ധനലക്ഷ്മി ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ റീജിയണൽ ഹെഡുമായ ശ്രീ അരുൺ സോമനാഥൻ നായർ, ബാങ്ക് ചീഫ് മാനേജർ ശ്രീമതി രാജശ്രീ UK എന്നിവർ പങ്കെടുത്തു. രാജ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആദ്യത്തെ വാർഡാകാൻ ഒരുങ്ങി പുനലൂരിലെ കലുങ്ങുമുകൾ. കൌൺസിലർ G. ജയപ്രകാശിന്റെ മനസ്സിലുദിച്ച ആശയമാണ് യാഥാർത്ഥ്യമാവുന്നത്. വാർഡിലെ 5നും 70നും ഇടയിൽ പ്രായമുള്ള എല്ലാവരെയും സൗജന്യമായി ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവന്നതാണ് പദ്ധതി. സ്വന്തം വാർഡിലെ ജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ എന്ന വലിയ സ്വപ്നമാണ് കലിങ്ങുമുകൾ വാർഡ് കൌൺസിലർ G. ജയപ്രകാശ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ നിരവധി പേർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന വാർഡാണ് ഇത്. ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു ഉദ്യമം ആദ്യമാണ്. ഇപ്പോൾ വാർഡിലെ റോഡുകളും പാലവും ഒക്കെ പണിയുക, അല്ലെങ്കിൽ ആളുകൾക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു കൌൺസിലറിന്റെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒരു കരുതൽ കാവൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ഒരു നിരീക്ഷണം വാർഡിലുള്ള ആളുകൾക്കൊക്കെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഈ പ്രവർത്തനം സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപകടമരണമുണ്ടായാൽ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ലഭ്യമാകും. അപകടങ്ങളിൽപ്പെട്ടാൽ പരിക്കിനനുസരിച്ച് പരമാവധി 1 ലക്ഷം രൂപ വരെയും ഇൻഷുറൻസ് ലഭിക്കും. കൗൺസിലർ വിഭാവനം ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ ഞങ്ങളുടെ വാർഡിലെ 485ഓളം വീടുകൾ സന്ദർശിക്കുകയും അവിടെ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്നും കൃത്യമായിട്ട് അവരുടെ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്തിട്ടാണ് ഈ യുണൈറ്റഡ് ഇൻഷുറൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ.
വാർഡിലെ 1400ഓളം ആളുകളെ പദ്ധതിയിൽ ചേർത്ത് കഴിഞ്ഞു. വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ജയപ്രകാശിന് ലഭിച്ച ഓണറേറിയം സ്പോൺസർഷിപ്പുകളും സമാഹരിച്ചാണ് പ്രീമിയം തുക കണ്ടെത്തുന്നത്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് പരിരക്ഷ നൽകുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ ജയപ്രകാശ് സാർ കൊണ്ടുവന്നതിൽ വലിയ സന്തോഷം. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ജേക്കബ് തോമസും സഹായം നൽകി. നിലവിലെ ഇൻഷുറൻസ് പരിരക്ഷ അടുത്ത ഏപ്രിൽ 30 വരെയാണ്. തുടർ വർഷങ്ങളിലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയുണ്ടാകുമെന്നും കൗൺസിലർ ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ 7ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വളയം പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ താനിയുള്ള പറമ്പ് മേഖലയിൽ ജലജീവൻ പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കാതായതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. ഇവിടെയുള്ള കുടുംബങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടി ആശ്രയിക്കുന്നതാവട്ടെ 1/2 കിലോമീറ്ററോളം ദൂരെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കിണറിനെയും. മുൻപ് പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും വാഹനങ്ങളിൽ വെള്ളം എത്തിക്കാറുണ്ടായിരുന്നെങ്കിലും ജലജീവൻ പദ്ധതി വന്നതോടെ അതും മുടങ്ങി. പദ്ധതിയുടെ ഭാഗമായി വെള്ളം ശേഖരിക്കാനായി വലിയ ടാങ്കുകളും വാങ്ങിച്ചു. പ്രദേശത്തെ മിക്ക വീടുകളിലും വെള്ളം എത്തിയെങ്കിലും താനിയുള്ള പറമ്പിലെ കുടുംബങ്ങൾക്ക് മാത്രം വെള്ളം ലഭിക്കുന്നില്ല. ജലക്ഷാമം രൂക്ഷമായതോടെ ഭിന്നശേഷിക്കാരും ഗർഭിണികൾ അടക്കമുള്ളവർക്ക് വെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വല്ലാതൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. അതുകൊണ്ട് ഞങ്ങൾ 3 മാസമായി ഈ വെള്ളവും കെട്ടി നടക്കുന്നു. ഒരു പണിക്ക് ഞങ്ങൾക്ക് പോകാനാകുന്നില്ല. ഒരു കന്നാലിയുണ്ടായിട്ട് കന്നാലിയൊക്കെ ഒന്നും വെള്ളം കുടിക്കുവാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ട്. പിന്നെന്ന് വെച്ചാൽ എത്രയോ മീറ്ററിനാണ് ഞങ്ങൾ വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ട് ആ കക്കൂസ് പോകാനാകുന്നില്ല. എന്താ ചെറിയ മക്കൾ, ഒരു ഗർഭിണി എല്ലാം കൂടി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പഞ്ചായത്ത് അധികൃതരും പ്രദേശവാസികളും നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. എത്രയും പെട്ടെന്ന് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. ഇനി എത്ര ഇരകൾ? കാസർഗോഡാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. കർണാടകത്തോട് ചേർന്ന് കിടക്കുന്നതും അന്തർ സംസ്ഥാന മാഫിയകൾ സജീവമായതുമാണ് കാസർഗോഡിനെ ഈ കണക്കിൽ മുന്നിലെത്തിക്കുന്നത്. അതിനിടെ ലഹരിക്കെതിരെ മാതൃകാപരമായ ക്യാമ്പയിനുമായി പോലീസ് രംഗത്തെത്തി. മയക്കുമരുന്ന് ഉപയോഗവും കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചപ്പോഴാണ് 2022 ഫെബ്രുവരിയിൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഓപ്പറേഷൻ ക്ലീൻ ദൗത്യം പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഫലമായി പിടികൂടിയത് വൻതോതിൽ MDMAയും വിവിധ മയക്കുമരുന്നുകളും. 2ാം ഘട്ടത്തിൽ 3 മാസത്തിനിടെ 485 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 510ഓളം പേർ അറസ്റ്റിലായി. ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളായിരുന്നു ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിലും പരിസര പ്രദേശത്തും പെട്ട ചില ആളുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അവർ മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ജയിലടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈവൻ സ്കൂൾ കുട്ടികൾക്ക് വരെ ഇതിൻ്റെ ഈ പറഞ്ഞ മയക്കുമരുന്നിൻ്റെ ആൾക്കാർ സ്കൂൾ കുട്ടികൾക്ക് വരെ മയക്കുമരുന്ന് എത്തിക്കുന്നു എന്നുള്ള ഭീതിയിലൊക്കെ ആൾക്കാർ കഴിയുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ കൊളവേൽ ലഹരി വിമുക്ത ജാഗ്രതാ സമിതി എന്നുള്ള പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. നേരത്തെ സ്ഥിരം സംഘങ്ങളായിരുന്നു മയക്കുമരുന്ന് കടത്തിയിരുന്നത്. അടുത്ത കാലത്തായി പുതിയ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് കാസർകോട്ടേക്ക് മയക്കുമരുന്ന് എത്തുന്നത്. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത കൊളവയലിലും പ്രത്യേക ദൗത്യം നടപ്പാക്കി. വിദ്യാർത്ഥികളടക്കം മയക്കുമരുന്ന് ഉപയോഗിച്ചവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ലഹരിക്കെതിരായ കൊളവയൽ മാതൃക. ആദ്യഘട്ടത്തിലെ പത്രങ്ങളിലൊക്കെ കൊളവയലിലെ ചില പ്രദേശങ്ങളിൽ നിന്നും ലഹരി പിടികൂടി എന്നുള്ള വാർത്ത നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിവ്യാപകമായി നമ്മൾ ക്യാമ്പയിൻ നടത്തിയത്. അപ്പോൾ അത് വന്ന് ഈ ഒരു സംയുക്തമായിട്ട് നമ്മൾ നടത്തിയ ക്യാമ്പയിൻ്റെ ഒക്കെ ഫലമായിട്ട് അപ്പം അങ്ങനെയുള്ള വാർത്തകൾ തീരെ ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് മുൻകൈയെടുക്കുമ്പോൾ കാസർകോട്ടെ ജനങ്ങളും കരുത്തോടെ ഒപ്പമുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന പലരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നതാണ് ഈ കൂട്ടായ്മയുടെ വിജയം. സംസ്ഥാന അതിർത്തിയായ കാസർകോട്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കൊളവയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കുക എന്നതാണ് പോലീസും നാട്ടുകാരും ലക്ഷ്യമിടുന്നത്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്.